സംസ്ഥയ്ക്കെതിരെ KNM സംസ്ഥാന അധ്യക്ഷൻ TP അബ്ദുള്ളക്കോയ മദനി വിവിധ വിഷയങ്ങളാണ് വിമർശനം ഉന്നയിക്കുന്നത്. ആ ആക്ഷേപങ്ങളോട് പ്രതികരിക്കാൻ SKSFന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി OP അഷ്റഫ് കുറ്റിക്കടവ് 24-നൊപ്പം ചേരുകയാണ്. ഏതൊക്കെ വിഷയങ്ങളാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്? പ്രധാനമായും ഈ സാദിഖലി തങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുൾപ്പെടെ ആ വിഷയങ്ങളൊക്കെ സംസ്ഥയുടെ ഒപ്പം SKSFന്റെ നിലപാടെന്താണ്? ഈ വിമർശനങ്ങൾക്കുള്ള മറുപടി എന്താണ്? അബ്ദുള്ളക്കോയ മദനി നടത്തിയിട്ടുള്ള പരാമർശം ആത്മാർത്ഥമാണെങ്കിൽ പാണക്കാട് കുടുംബത്തിൻ്റെ മഹത്വം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കാൻ പറ്റിയത്. ആ മഹത്വം അംഗീകരിക്കുന്നു എങ്കിൽ ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുകയാണ്. കാരണം അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് തങ്ങൾ കുടുംബം എന്ന ഒരു കുടുംബമില്ല, സാദാത്യങ്ങളില്ല, സയ്യിദന്മാരില്ല എന്ന് നാളിതുവരെ പറഞ്ഞു വെച്ച ആളുകൾ ഇന്നതിനെ അംഗീകരിക്കുന്നു എന്നതാണെങ്കിൽ സ്വാഗതാർഹമാണ്. അതല്ല, അത് ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് സോഷ്യൽ മീഡിയകളിൽ കാണുന്ന ചില പരാമർശങ്ങളെ ഉപയോഗപ്പെടുത്തി സമസ്തയുടെ മേൽ വീണ്ടും സമസ്തയ്ക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ, സമുദായത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനാണ് ശ്രമമെങ്കിൽ അതിശക്തമായിട്ട് അതിനെ ജനാധിപത്യ രീതിയിൽ നേരിടുക തന്നെ ചെയ്യും. ഒരു വേളയിൽ പാണക്കാട് കുടുംബം വെള്ളമൂതുന്നു, അത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തിയ ഒരു വിഭാഗമാണ്. പക്ഷേ ഇപ്പോൾ ആ പാണക്കാട് കുടുംബത്തെയാണ് അവർ പുകഴ്ത്തുന്നത്. എന്ത് ആണ് ഈ കാലഘട്ടത്തിൽ അവർക്ക് വരുന്ന മാറ്റം? പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒക്കെ പശ്ചാത്തലം നിലനിൽക്കുന്നുണ്ട്. അത്തരം കാഴ്ചപ്പാടുകളാണോ അവരുടെ ഈ ഒരു മനംമാറ്റത്തിൻ്റെ പിന്നിലുള്ളത്? തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വീഡിയോ ചിത്രീകരിച്ച് അതിനെ അറബിയിലേക്കും മറ്റും ട്രാൻസ്ലേറ്റ് ചെയ്ത് അറബികൾക്കിടയിൽ ഉൾപ്പെടെ പാണക്കാട് നടക്കുന്നത് കുഫറും ഷിർക്കും കുബൂരിയത്തുമാണ് എന്ന് പ്രചരിപ്പിച്ചവരാണ് ഇവർ. ആ പ്രചാരണങ്ങളിൽ നിന്ന് ഇവർ പിറകോട്ട് പോയോ എന്ന് പറയേണ്ടത് ആ സംഘടന തന്നെയാണ്. തീർച്ചയായിട്ടും നാളിതുവരെ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളിൽ നിന്ന് പിറകോട്ട് പോയെങ്കിൽ ഈ സമൂഹത്തോട് മാപ്പ് പറഞ്ഞ് കാലങ്ങളായി ഈ സമുദായത്തിലെ സയ്യിദന്മാരെ, തങ്ങന്മാരെ ആക്ഷേപിച്ചതിൽ നിന്ന് ഞങ്ങൾ പിറകോട്ട് പോയി, ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് വിളിച്ചു പറയാനും മാപ്പ് പറയാനും KNM തയ്യാറാകണമെന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. അതല്ല, സമസ്തയിലെ താൽക്കാലികമായ ചില ആഭ്യന്തര വിഷയങ്ങളുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യത്തെ മറച്ചു വെക്കുന്നില്ല. ഇതിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് വീണ്ടും ഒരു ഭിന്നിപ്പിൻ്റെ സ്വരമുണ്ടാക്കുകയാണെങ്കിൽ, ഞാനത് പറയാൻ കാരണം മുജാഹിദ് പ്രസ്ഥാനം രൂപപ്പെടുന്നത് കേരള മുസ്ലിമീങ്ങൾക്കിടയിലുണ്ടായിരുന്ന പരമ്പരാഗതമായ വിശ്വാസ ആചാരങ്ങളെ അവഗണിച്ചുകൊണ്ട് പുതിയ ഒരു ഇസ്ലാമിൻ്റെ ശൈലിയും ആചാരവും അനുഷ്ഠാനവും കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ച, അവിടുത്തെ സഹാബാ കിറാം പഠിപ്പിച്ചു തന്ന മാതൃകയാണ് കേരളീയർ പിന്തുടർന്നു പോകുന്നത്. എന്നാൽ അതിനെ തീർത്തും അവഗണിക്കുകയും പുതിയ ആശയധാരയിലേക്ക് മുസ്ലിം കമ്മ്യൂണിറ്റിയെ കൊണ്ടുപോകുന്നതിന് വേണ്ടി 1920-കൾക്ക് ശേഷം രൂപീകരിച്ചിട്ടുള്ള പ്രസ്ഥാനത്തെ, ആ പ്രസ്ഥാനത്തിൻ്റെ ആശയ വികലതയെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിച്ചത്. അഥവാ യഥാർത്ഥ ഇസ്ലാമിൻ്റെ ആശയം സംരക്ഷിക്കാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ ആദർശങ്ങൾ ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് ഏറ്റെടുത്ത് നിർവഹിക്കുകയാണ് SKSF പോലെയുള്ള അതിൻ്റെ കീഴ്ഘടകങ്ങളുടെ ഉത്തരവാദിത്വം. അത് ഞങ്ങൾ നിർവഹിക്കും. സംസ്ഥയുടെ പല പ്രമേയങ്ങളും അത് ഈ കാലത്തിന് അനുചിതമല്ല എന്നുള്ള വിമർശനം കൂടി അവരുന്നയിക്കുന്നുണ്ട്. സമസ്തയുടെ പ്രമേയങ്ങൾ കേരളം ചർച്ച ചെയ്തതാണ്. കേരളത്തിലെ പൊതുസമൂഹം സമസ്തയെ സ്വീകരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ ഇന്ന് കാണുന്ന ഈ കേരളത്തിലെ മറ്റു രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകളൊക്കെയും സമസ്ത കേരള ജമിയത്തുൽ ഉലമയോട് കാണിക്കുന്ന ആദരവും ബഹുമാനവും സൂചിപ്പിക്കുന്നത്. കേരളീയ മുസ്ലിം സമൂഹത്തിൽ തന്നെ 95% പേരും അതുപോലെ തന്നെ മഹല്ല് സംവിധാനങ്ങളും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കൂടെ നിൽക്കാനുള്ള കാരണവും സമസ്ത കേരള ജമിയത്തുൽ ഉലമ വിവേകപൂർണ്ണമായി ഇടപെടുന്നു എന്നതാണ്. എന്നാൽ അബ്ദുള്ളക്കോയ മദനി ചിന്തിക്കേണ്ടത്, ഇവിടെ കേരളത്തിൽ നിന്ന് ISISലേക്ക് പോയ ചെറുപ്പക്കാർ ആരുടെ പക്ഷത്തുള്ളവരായിരുന്നു? ദമ്മാജിലേക്ക് ആടുമേക്കാൻ പോയവർ ഏത് ആശയധാര ഉൾക്കൊണ്ടവരായിരുന്നു എന്ന് ചിന്തിക്കണം. സമസ്തയെ പിന്തിരിപ്പന്മാർ എന്നു പറഞ്ഞ് സമസ്തക്കെതിരെ ആക്ഷേപമുന്നയിക്കുന്ന സമയത്ത് സ്വന്തം തട്ടകത്തിലേക്ക്, സ്വന്തം നിലപാടുകളിലേക്ക് തിരിഞ്ഞു നോക്കാൻ അബ്ദുള്ളക്കോയ മദനി തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായിരിക്കാം ഈ സംസ്ഥയ്ക്കെതിരെ ഇത്രകാലം ഇല്ലാതിരുന്ന ഒരു വിമർശനം KNMൻ്റെ ഭാഗത്തുനിന്ന്
ഈ സമീപ നാളുകളിൽ വർദ്ധിച്ചു വരാനുള്ള കാരണം? അല്ല, അത് അബ്ദുള്ള കോയ മദനിയുടെ പ്രസംഗത്തിൽ ബോധ്യപ്പെടുത്തുന്നുണ്ട്. സമസ്ത എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, സമസ്ത എന്തു സംഘടനയാണ് അദ്ദേഹം ചോദിക്കുന്നത്. എന്നിട്ട് പറയാണ്, ഇന്ന് വരെ കേൾക്കാത്ത ആ മൂലയിൽ ഒതുങ്ങി നിന്ന ഒരു സംഘടന മീഡിയകൾ നിറഞ്ഞു നിൽക്കുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ പ്രകോപനത്തിൻ്റെ വിഷയമെന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ മീഡിയകൾ സ്വീകരിക്കുന്നു, ജനം സ്വീകരിക്കുന്നു, അതിന് അംഗീകാരം നൽകുന്നു എന്നതാണ്. 100 വർഷത്തിലധികമായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മതസംഘടനയ്ക്ക് അവരുടെ സംഘടനാ പ്രവർത്തകർക്കിടയിൽ പോലും സ്വീകാര്യത ലഭിക്കാതെ പോകുന്ന സന്ദർഭത്തിലും 100 തികയുന്ന ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ ദേശീയ തലത്തിലേക്ക് വ്യാപിക്കുന്നു എന്നതാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ബഹുമാനപ്പെട്ട സമസ്തക്കെതിരെ ആക്ഷേപസ്വരവുമായി അബ്ദുള്ള കോയ മദനി വന്നിട്ടുള്ളത്. എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്, അബ്ദുള്ള കോയ മദനിയെ പോലെയുള്ള ഒരാളിൽ നിന്നുണ്ടാകേണ്ട പ്രസ്താവനയോ പ്രഭാഷണമോ ആയിരുന്നില്ല അത്. ഏതായിരുന്നാലും പാണക്കാട് സയ്യിദന്മാരെ അംഗീകരിക്കാൻ സന്നദ്ധമാകുന്നു, അല്ലെങ്കിൽ സയ്യിദ് കുടുംബത്തെ അംഗീകരിക്കാൻ സന്നദ്ധമാകുന്നു എന്നത് മുജാഹിദ് പ്രസ്ഥാനം നാളിതുവരെ സമൂഹത്തോട് പറഞ്ഞതിൽ നിന്നുള്ള പിന്നാക്കം പോകലാണ്. തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഞങ്ങൾ കാണുകയാണ്. അതല്ല, ഈ പേര് പറഞ്ഞ് കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ ഒരു ഭിന്നിപ്പിൻ്റെ സ്വരവുമായി വീണ്ടും വരലാണ്. കാരണം അവർ രംഗത്ത് വന്നത്, സംഘടനയുണ്ടാക്കിയത് പൈതൃക ഇസ്ലാമിൻ്റെ അകത്തുനിന്ന് പുതിയ ഇസ്ലാമിനെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ചിന്താധാരകൾ, ആശയധാരകൾ നൽകിയിട്ടാണ്. ഇനിയും പുതിയ വിള്ളലുകൾ ഉണ്ടാക്കാനാണ് ശ്രമമെങ്കിൽ കേരളത്തിലെ തെരുവോരങ്ങളിൽ SKSF ജനാധിപത്യപരമായി അതിനെ പ്രതിരോധിക്കും. മുജാഹിദ് പുത്തനാശയമാണ് എന്നും അതുപോലെ തന്നെ ആ പുത്തനാശയക്കാർ ഏതെങ്കിലും വിധത്തിൽ സമസ്തയെ ഇകഴ്ത്താൻ ശ്രമിച്ചാൽ ശക്തമായ മറുപടി നൽകും എന്നുമാണ് SKSF ജനറൽ സെക്രട്ടറി വ്യക്തമാക്കുന്നത്. കോഴിക്കോട് നിന്ന് അഭിലാഷ് പള്ളിക്കാർക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24.